Hi, hello, my dear students, my dear children. We are starting chapter 1 Humanism today. പ്രിയപ്പെട്ട SSLC കുട്ടികളെ 10ാം ക്ലാസ്സിലേക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററി ചാപ്റ്റർ 1 നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റില് ഹ്യൂമനിസം. ഇതിൻ്റെ മലയാളം വേർഡ് മാനവികത. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്, എന്തെല്ലാമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്, പഠിക്കാനുള്ളത്, അതിൻ്റെ എല്ലാം ഒരു അർത്ഥം വ്യക്തമാകുന്ന വളരെ നല്ലൊരു ടൈറ്റിലാണ് നമ്മുടെ ഈ ചാപ്റ്ററിന് കിട്ടിയിരിക്കുന്നത്, ഹ്യൂമനിസം. അപ്പം നമ്മൾ 14th, 15th, 16th സെഞ്ച്വറികളാണ് ഈ ഹിസ്റ്ററി പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. 14th സെഞ്ച്വറി, 15th സെഞ്ച്വറി ആൻഡ് 16th സെഞ്ച്വറി യൂറോപ്പ്. 14, 15, 16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ ചില ചരിത്ര സംഭവങ്ങളും അത് വഴിയായി ഉണ്ടായ ചില മാറ്റങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ചില മാറ്റങ്ങൾ, വാട്ട് ആർ ദ ചേഞ്ചസ്, വാട്ട് വെയർ ദ ചേഞ്ചസ് വി ക്യാൻ നോട്ടീസ്ഡ് ഇൻ യൂറോപ്പ് in 14th, 15th and 16th centuries. അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ്. അതായത് മതത്തെ കേന്ദ്രമാക്കി അല്ലെങ്കിൽ ദൈവത്തെ കേന്ദ്രമാക്കി പ്രകൃതിയെ അടിസ്ഥാനമാക്കിയൊക്കെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ മാനവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, മനുഷ്യനെ പരിഗണിക്കുന്നതിലേക്ക്, മനുഷ്യനെ അവൻ്റെ ചിന്തകളെയും അവൻ്റെ ആസ്പിരേഷൻസും ഒക്കെ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് മാനവികതയിലേക്ക് പോയ ഒരു കാലഘട്ടമായിരുന്നു ഈ 14th, 15th, 16th സെഞ്ച്വറി. അപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ചസിനെ എല്ലാം നമുക്ക് ഹ്യൂമനിസം എന്നുള്ള ഒരു വാക്കിലേക്ക് കൊണ്ടുവരാം. മാനവികതയുണ്ടായി. അതിന് വളരെ വലിയ എക്സ്പ്ലനേഷൻ വേണം. ഈ മാനവികത ഏതൊക്കെ രംഗങ്ങളിലുണ്ടായി? സയൻസ്, പൊളിറ്റിക്സ്, ദെൻ ആർക്കിടെക്ചർ, സൊസൈറ്റി, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ ഒരു ഹ്യൂമനിസം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ചേഞ്ചസിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഈ ഹ്യൂമനിസം. അതുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്ററിന് ഹ്യൂമനിസം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് നമുക്ക് ഒരു 8 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും എസ്സേ ക്വസ്റ്റ്യൻസും എല്ലാം പ്രതീക്ഷിക്കാവുന്ന വളരെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഹ്യൂമനിസം. അതുകൊണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു 5 പാർട്ടുകളാക്കി 5 വീഡിയോകളാക്കി ഹ്യൂമനിസം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. പാർട്ട് 2, 3, 4, 5 ക്ലാസ്സുകൾ ഇതിന് പിന്നാലെ നിങ്ങൾക്ക് ഈ വെക്കേഷൻ ക്ലാസ് കാലത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കയറാം. ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കാണിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങളീ കാണുന്നത്, മൊണാലിസ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മൊണാലിസ. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം ഇതാണ്, മൊണാലിസയുടെ ചിത്രമാണ്. അപ്പോൾ എന്തിനായിരിക്കും മൊണാലിസയുടെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നത്? മൊണാലിസ ഹ്യൂമനിസത്തെ പ്രകടിപ്പിക്കുന്ന, അല്ലെ ഹ്യൂമനിസത്തിന് ഏറ്റവും എക്സാമ്പിളായിട്ട് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാവുന്ന ഒരു ചിത്രമാണ് ഈ മൊണാലിസ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ, മൊണാലിസ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മൊണാലിസ ആ ചിത്രം ഇരിക്കുന്നതിൻ്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ഇപ്പോഴേ കാണാം. അതിൻ്റെ യഥാർത്ഥത്തിൽ ആ ചിത്രം എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു
പിക്ചർ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ മൊണാലിസയുടെ പ്രത്യേകത എന്താണ്? അതുവരെയും റിലീജന്, ദൈവത്തിന്, ദൈവികമായുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മിഡീവിയൽ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യന് പ്രധാനം കൊടുക്കുന്ന റിയൽ മനുഷ്യരെ ചിത്രീകരിക്കാനൊക്കെ തുടങ്ങിയ ഒരു കാലമായിരുന്നു ഈ 14th സെഞ്ച്വറി മുതലുള്ള കാലം. അപ്പം മൊണാലിസയുടെ രചനയൊക്കെ നടക്കുന്നത് 1503 1503 മൊണാലിസയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. ഇതൊരു ഇറ്റാലിയൻ സിറ്റിയിൽ ജീവിച്ചിരുന്ന ഒരു വനിതയാണ് ഇവരെ, ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത പറയുന്നത്, ഇതിനകത്ത് മൊണാലിസയുടെ ആ ഒരു ചിരി, അതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അവിടെ ലൈറ്റും ആ നിഴലും വെളിച്ചവും ഒക്കെ ആ ചിത്രത്തിൽ വളരെ നല്ല രീതിയിൽ സമ്മേളിച്ചിരിക്കുന്നു. അപ്പം ആ ചിത്രകാരൻ്റെ ഏറ്റവും വലിയ കഴിവാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഗൂഢമായ ഒരു ചിരിയോടുകൂടി ഇരിക്കുന്ന ഒരു വനിത, ഇവരൊരു റിയൽ ഒരു ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ മോഡലാക്കിക്കൊണ്ട് ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ് ഈ മൊണാലിസ. അപ്പം മൊണാലിസ തന്നിരിക്കുന്നത് ദൈവികമായുള്ള കാര്യങ്ങളിൽ നിന്നും മതത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും ഒക്കെ മാറിയിട്ട് മാനവികതയിലേക്ക് ആ ചരിത്രത്തെ മാറ്റിയെടുക്കുന്ന ഒരു കാലമായിരുന്നു 14th സെഞ്ച്വറി. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ മൊണാലിസയുടെ ചിത്രം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെല്ലാം മിഡീവിയൽ കാലഘട്ടത്തിൽ നിന്നും ഈ 14th സെഞ്ച്വറി 15th സെഞ്ച്വറിയിലേക്ക് വരുമ്പോൾ ഉണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചാണ് ഹ്യൂമനിസം. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഇംഗ്ലീഷ് ഫിലോസഫറായ റോജർ ബേക്കൺ, അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ടു നിഗ്ലക്ട് നോളജ് ഈസ് ടു നിഗ്ലക്ട് വെർച്യൂ. ദ ഇൻ്റലക്ട് ലൈറ്റൻഡ് ബൈ ദ ഫ്രെയിം ഓഫ് ഗുഡ്നസ് can't help but love it. Love is only born of knowledge. Reason is the guide of a right will. It is reason which leads us to salvation. അപ്പം സാൽവേഷൻ ആയിരുന്നു മിഡീവിയൽ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോളെന്ന് പറയുന്നത് സാൽവേഷൻ നേടാനായിട്ട് എന്താണ് ചെയ്യുന്നത് മിഡീവിയൽ കാലഘട്ടത്തിൽ? അതായത് 5th 6th 7th 11th വരെയുള്ള ആ സെഞ്ച്വറികളിൽ സാൽവേഷൻ നേടാൻ, അതായത് മോക്ഷം പ്രാപിക്കാൻ, സാൽവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മോക്ഷം കിട്ടുക. അപ്പോൾ മോക്ഷം പ്രാപിക്കാനായിട്ട് അവിടെ മതപരമായ റിലീജിയനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. റിലീജിയസ് ലീഡേഴ്സ് എന്ത് പറഞ്ഞാലും അത് അപ്പടി അനുസരിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു മിഡീവിയൽ കാലഘട്ടത്തിലെ ആളുകൾക്ക്. കാരണം റിലീജിയനായിരുന്നു അവിടെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ 13th സെഞ്ച്വറി ഇംഗ്ലീഷ് ഫിലോസഫറെ, അതായത് 14th സെഞ്ച്വറിയിലേക്ക് കയറുന്ന ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് റീസൺ വിച്ച് ലീഡ്സ് അസ് ടു സാൽവേഷൻ. ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അറിവാണ് പ്രധാനപ്പെട്ട കാര്യം, സ്നേഹമാണ് പ്രധാനപ്പെട്ട കാര്യം, റീസണാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് റോജർ ബേക്കൺ പറയുന്നത്. അല്ലാതെ റിലീജിയൻ, ഗോഡ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനുഷ്യനിലേക്ക് ഇറങ്ങി വരിക. ദൈവത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന കാലമായിരുന്നു മിഡീവിയൽ കാലഘട്ടം. ദൈവത്തിന് വേണ്ടി മനുഷ്യരെ പീഡിപ്പിക്കുന്ന കാലമായിരുന്നു മിഡീവിയൽ കാലഘട്ടം. ദൈവത്തിന് വേണ്ടി മനുഷ്യരെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മനുഷ്യനാണ് പ്രധാനം, നോളജാണ് പ്രധാനം, ലവ് ആണ് പ്രധാനപ്പെട്ട കാര്യം, റീസണാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ ചിന്തയിലുണ്ടായ മാറ്റമാണ് റോജർ ബേക്കൻ്റെ ഈ ഒരു കമൻറ്റിലൂടെ, ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് റോജർ ബേക്കൺ. നിങ്ങൾക്കിവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം കാണാം. റോജർ ബേക്കൺ ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്. 13th സെഞ്ച്വറിയുടെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് റോജർ ബേക്കൺ. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ ഐഡിയാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റോജർ ബേക്കൺ. നമ്മൾ പരീക്ഷയെപ്പറ്റി ഒന്ന് പറയട്ടെ. നമ്മുടെ എക്സാമിനെ, അത് ഫസ്റ്റ് ടേം, ദെൻ സെക്കൻഡ് ടേം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം, പ്രധാനപ്പെട്ട എക്സാമിൻ്റെ കാര്യമാണ് ടീച്ചർ പറയുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് സ്കൂൾ തലത്തിലുള്ള
പല പല ചെറിയ എക്സാമുകളൊക്കെ വരും, ടീച്ചർമാർ നടത്തുന്ന എക്സാമുകളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പോയിൻ്റ് വൈസായിട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കഴിഞ്ഞ വർഷം നമുക്ക് പബ്ലിക് എക്സാം കഴിഞ്ഞ് നമുക്കതിൻ്റെ ആൻസർ കീ കിട്ടിയിരുന്നു. ആ ആൻസർ കീയിലെ ആൻസറുകളൊക്കെ പോയിൻ്റ് വൈസാണ് എഴുതുക. പോയിൻ്റ് ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പോയിൻ്റ് എങ്കിലും മിനിമം വേണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 3 പോയിൻ്റ്, 4 മാർക്ക് ആകുമ്പോൾ തൊട്ട് നമുക്ക് എത്ര പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ പോയിൻ്റ് വൈസ് ആൻസർ എഴുതി പഠിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും ടീച്ചർമാർ നമ്മുടെ പോയിൻറ്റ്സ് പ്രത്യേകം അവരുടെ കണ്ണിലേക്ക്, അവരുടെ ശ്രദ്ധയിലേക്ക് അത് വരാനും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ടീച്ചർ ഈ തന്നിരിക്കുന്നത് പോലെ നമ്മളൊരു സിമ്പിൾ കൊടുത്തോണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾക്കൊരു ഡോട്ട് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ കൊടുത്തോണ്ട് നിങ്ങൾക്കിതുപോലെ പോയിൻറ്റ്സ് ആക്കി എഴുതുക 1 by 1 ആയിട്ട്. റോജർ ബേക്കണിൻ്റെ ഐഡിയ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നമുക്ക് എന്ത് ഐഡിയയാണ് കിട്ടുക? റാഷണലിസം, നോളജ്, ലവ്. ഓക്കെ, അപ്പോൾ റീസൺ എന്നുള്ളതിൽ നിന്നാണ് റാഷണലിസം വന്നിരിക്കുന്നത്. റീസൺ എന്താണ്? റാഷണലിസം റീസൺ കണ്ടെത്തി ആ റീസൺ അനുസരിച്ച് ഒരു കാര്യത്തെ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന കാര്യമാണ് റാഷണലിസം. അവിടെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യത്തിനും പ്രാധാന്യമില്ല. റീസൺ ഉണ്ടോ? റീസൺ ആണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കാരണസഹിതം ഒരു വസ്തുതയെ സ്വീകരിക്കുക. അതേസമയം റിലീജിയസ് ആ ഒരു രംഗത്തേക്ക് പോയാൽ നമുക്ക് എന്താ കാണുന്നത്? അവിടെ റീസൺ ഒരു പ്രാധാന്യവും ഇല്ല. നമ്മൾ ക്വയറ്റായിട്ട് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ആ പറയുന്ന എന്താണോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതിൻ്റെ റീസൺ അന്വേഷിക്കുന്നില്ല. നമ്മൾ അതിനെ അപ്പടിയങ്ങ് വെറുതെ നമ്മളങ്ങ് അതിനെ വിശ്വസിക്കുന്നു. ഇവിടെ റോജർ ബെക്കൻ്റെ ഐഡിയയ്ക്കകത്ത് അങ്ങനെ വെറുതെ വിശ്വസിക്കലല്ല, റാഷണലിസമാണ്. റീസൺ ഉണ്ടാകണം. അപ്പോൾ റീസൺ, നോളജ്, ലവ്, ദീസ് ആർ ദ മെയിൻ ഐഡിയാസ് വി ക്യാൻ നോട്ടീസ്ഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റോജർ ബേക്കൺ. ഓക്കെ, ദെൻ എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി ചേഞ്ചസ് ഇൻ 14th century. അപ്പോൾ 13th century വരെ മിഡീവിയൽ കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഹിസ്റ്റോറിയൻസ് അതിനെ ഒരു ഇരുണ്ട കാലം എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം എന്താണ്? അവിടെ അറിവിനോ റീസണോ ലവിനോ ഒന്നുമല്ല പ്രാധാന്യം, പ്യുവർലി റിലീജിയൻ, ഗോഡ്. അപ്പോൾ ആ ഒരു മിഡീവിയൽ കാലഘട്ടത്തിൽ നിന്നും 14th centuryയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് 14th century? അപ്പോൾ വെളിച്ചത്തിലേക്ക് മനുഷ്യർ വരുന്ന കാലഘട്ടമാണ് ഈ 14th century. അതുവരെ ഇരുണ്ട ഒരു കാലഘട്ടം എന്ന് വേണേൽ നമുക്ക് വിളിക്കാം മിഡീവിയൽ കാലഘട്ടത്തെ. ഫ്യൂഡലിസവും ഫ്യൂഡൽ ലോഡ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മിഡീവിയൽ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫ്യൂഡലിസമാണ്. എന്താണ് ഈ ഫ്യൂഡലിസം? ഫ്യൂഡൽ ലോഡ്സ്, അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്ലർജി, പ്രീസ്റ്റ്, റിലീജിയസ് ലീഡേഴ്സ്, അങ്ങനെ പാവങ്ങളെ, സാധാരണ കോമൺ പീപ്പിളിനെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന, കോമൺ പീപ്പിളിന് യാതൊരു തരത്തിലുള്ള ലിബർട്ടിയോ ഫ്രീഡമോ അവർക്കൊന്നും ഇല്ലാതിരുന്ന, അവർക്കൊരു റൈറ്റും ഇല്ലാതിരുന്ന, വെറും അടിമകളായി ജീവിച്ചിരുന്ന, സ്ലേവറിയൊക്കെ നിലനിന്നിരുന്ന വളരെ ഇരുണ്ട ഒരു കാലമാണ് മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്, ആ ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടം. അതിൽ നിന്നും 14th centuryയിലേക്ക് വരുമ്പോൾ ഒരു റിവൈവൽ, റീബേർത്തിലേക്ക് ആളുകൾ വരിക, അങ്ങനെ ഒരു ഹിസ്റ്ററി മാറുക. ആ ചേഞ്ചസ് എന്തൊക്കെയാണ്? ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹ്യൂമനിസം. ഒന്നാമത് അവർ മാനവികത, മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നോട്ട് റിലീജിയൻ, നോട്ട് ഗോഡ്. ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്, their feelings. Okay, so humanism, that was the first characteristic feature of the 14th century. Then growth of urban life. ഫ്യൂഡലിസത്തിൽ നമുക്കറിയാം അതൊരു ഗ്രാമീണ ജീവിതമായിരുന്നു, ഒരു വില്ലേജ് ലൈഫായിരുന്നു. ഒരു ഫ്യൂഡൽ ലോഡിൻ്റെ ഒരു കാസ്റ്റിൽ അതിന് ചുറ്റും കുറേ അടിമകളായിട്ടുള്ള ആളുകളെ, അദ്ദേഹത്തിൻ്റെ പണിക്കാരെ, അങ്ങനെയൊക്കെയുള്ള ജീവിതം. ബട്ട് 14th centuryയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചേഞ്ച് കാണാം. ഗ്രോത്ത് ഓഫ് urban ലൈഫ്, സിറ്റി ലൈഫ്.
മോണിറ്ററി ഇക്കോണമി. എന്താണ് മോണിറ്ററി ഇക്കോണമി? ഇക്കോണമി യൂസിങ് മണി. ബാർട്ടർ സിസ്റ്റം അല്ല. ഫ്യൂഡലിസത്തിൽ കൂടുതലും ബാർട്ടർ സിസ്റ്റമാണ്, നോട്ട് ദ യൂസ് ഓഫ് മണി. ബട്ട് ഇൻ 14th century onwards we can see the use of money. That means monetary economy. Then progress of trade progressed. Okay, then rise of nation states. എന്താണ് ഈ നേഷൻ സ്റ്റേറ്റ്സ്? രാജാവിന് ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യങ്ങളെയാണ് നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുക. ഫ്യൂഡൽ ലോഡ്സും ഇതുപോലുള്ള ലോഡുകളൊക്കെ ഭരിക്കുന്ന, രാജാവിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, രാജാവിന് വലിയ എന്താണ് ശക്തിയില്ലാത്ത ഒരു ഭരണമായിരുന്നു മിഡീവിയൽ കാലഘട്ടം. അത് ഫ്യൂഡൽ ലോഡ്സ് പറയുന്ന അനുസരിച്ച് രാജാവ് ഒരു പാവ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ 14th century ഓൺവാർഡ്സ് ഫ്യൂഡലിസം തകരുകയും ഫ്യൂഡൽ ലോഡ്സിൻ്റെ അധികാരം നഷ്ടപ്പെടുകയും രാജാവ് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തു. ഓക്കെ, റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ നേഷൻ സ്റ്റേറ്റുകൾ ഉണ്ടായി യൂറോപ്പിൽ. നമ്മളിതെല്ലാം പഠിക്കുന്ന യൂറോപ്യൻ ഹിസ്റ്ററിയാണ് കേട്ടോ. ദെൻ ഇൻഡിവിജ്വൽ ലിബർട്ടി, ആളുകൾക്ക് കൂടുതൽ ലിബർട്ടി കിട്ടി. അതിനു മുമ്പ് അറിയാം സ്ലേവറി ആയിരുന്നു. ഹിയർ വി ക്യാൻ ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ ലിബർട്ടി. റാഷണലിസം, റീസണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു ഇസത്തിനാണ് റാഷണലിസം എന്ന് പറയുക. സോ റാഷണലിസം. ചേഞ്ചസ് ഇൻ ദ റിലാം ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ആർട്ട്, ഇൻ സയൻസ്. ഈ ചാപ്റ്ററിൽ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് ഒരു എക്സ്പ്ലെയിൻഡ് സ്റ്റഡിയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഹ്യൂമനിസം, ഗ്രോത്ത് ഓഫ് എർബൻ ലൈഫ്, അപ്പം എർബൻ സിറ്റീസ് എല്ലാം നമുക്ക് പഠിക്കണം. ദെൻ മോണിറ്ററി ഇക്കോണമി, ദെൻ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. നേഷൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു? ഇൻഡിവിജ്വൽ ലിബർട്ടി, റാഷണലിസം, ചേഞ്ചസ് ഇൻ ആർട്ട് ആൻഡ് സയൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചേഞ്ചസ് ഇൻ റിലീജിയനും പഠിക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ റിലീജിയൻ, അതാണ് റെഫർമേഷൻ ആൻഡ് കൗണ്ടർ റെഫർമേഷൻ, എല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം 1 by 1 ആയിട്ട് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലനേഷനോടുകൂടി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ 19 പേജസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിനുള്ളത്. 19 പേജസ്. ഓക്കെ, അപ്പോൾ റെനേസൻസ് പഠിക്കണം, അതുപോലെ തന്നെ അർബൻ ലൈഫ്, സിറ്റീസ്, ദെൻ മോണിറ്ററി ഇക്കോണമി, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, നേഷൻ സ്റ്റേറ്റ്സ്, then rationalism and changes in art and science, changes in religion, reformation and counter reformation. Okay, then what is humanism? First one, humanism. What is this? What is the definition of humanism? എന്താണ് ഹ്യൂമനിസത്തിൻ്റെ ഡെഫിനിഷൻ? It is a way of thinking that emphasize the importance of human life rather than religious ideas. Emphasize the importance of human life rather than religious ideas. ഓക്കെ, വ്യക്തമല്ലേ? റിലീജിയസ് ഐഡിയാസിനും അല്ല, പകരം എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ഫീലിങ്സ്, human beings. So this is a way of thinking. What is humanism? It is a way of thinking that emphasize, ഒരു ഇസമാണ് അല്ലേ? ഇസം ഒരു ഫിലോസഫിയാണ്. ഇസം എന്നുള്ള വാക്ക് നമുക്കറിയാം. കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, റാഷണലിസം. ഓക്കെ, അപ്പോൾ ഹ്യൂമനിസവും ഒരു ഇസമാണ്, ഒരു ഐഡിയോളജിയാണ്. എന്താണ് ആ ഐഡിയോളജി? അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ദേ ഗേവ് എംഫസൈസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് റാദർ ദാൻ റിലീജിയസ് ഐഡിയാസ്. മിഡീവിയൽ കാലഘട്ടം റിലീജിയസ് ഐഡിയാസ് ആയിരുന്നു, അത് കളഞ്ഞു. ഹ്യൂമൻ ലൈഫ് എംഫസൈസ്. ഓക്കെ, ദെൻ ഈ ഒരു മാറ്റങ്ങളെ, ഈ ചേഞ്ചസിനെ, 14th centuryയിലുണ്ടായ ചേഞ്ചസിനെ ഒരു ആപ്റ്റായിട്ടുള്ള വേർഡ് ഇട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അതാണ് റെനേസൻസ്. മലയാളത്തിൽ എന്തു പറയും റെനേസൻസിനെ? നവോത്ഥാനം, റീബർത്ത്. അപ്പോൾ പഴയതിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക്, ഒരു പുതിയതിലേക്ക്, ഒരു ഹ്യൂമനിസത്തിലേക്ക്, ഒരു നോളജിനും സയൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലത്തിലേക്ക് മനുഷ്യർ മാറി, ചരിത്രം മാറി. അതിന് നമുക്ക് ഒരു ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വേർഡാണ് റെനേസൻസ്, നവോത്ഥാനം. വാട്ട് ഈസ് റെനേസൻസ്? ദ വേർഡ് റെനേസൻസ് മീൻസ് റീബർത്ത്, പുനർജന്മം എന്നൊക്കെ വേണേൽ പറയാം.
ഇറ്റ് ഡിനോട്ട്സ് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ കൾച്ചർ വിച്ച് ബിഗാൻ അറൌണ്ട് 14th സെഞ്ച്വറി. പഴയ ഗ്രീക്ക് റോമൻ കൾച്ചറിലേക്ക് ഒരു 14th സെഞ്ച്വറി കാലഘട്ടത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകുന്നതിനെയാണ്, ഒരു മാറ്റം ഉണ്ടാകുന്നതിനെയാണ്, ഒരു റീബേർത്ത് ഉണ്ടാകുന്നതിനെയാണ് റെനേസൻസ് എന്ന് വിളിക്കുക. റീബേർത്ത്, റിവൈവൽ, ഈ വേർഡൊക്കെ അവിടെ ഉപയോഗിക്കണം. സോ ദ വേർഡ് റെനേസൻസ് മീൻസ് റീബേർത്ത്. ഇറ്റ് ഡിനോട്ട് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ കൾച്ചർ. ഈ ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ബിഫോർ ക്രൈസ്റ്റിലേക്ക് പോകണം. ബി സി. അതിലേറ്റവും പഴയതെന്ന് പറയുന്നത് ഗ്രീക്ക് കൾച്ചറാണ്. ഗ്രീക്ക് കൾച്ചർ. അതിനോടടുത്ത് തന്നെ ഒരു പഴമയുള്ള കൾച്ചറാണ് റോമൻ കൾച്ചർ. അപ്പോൾ ഈ മിഡീവിയൽ കാലഘട്ടത്തിൽ ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ കൾച്ചറിനൊക്കെ മാറ്റം വന്ന് വെറും പ്രധാനപ്പെട്ട റിലീജിയസ് ഒരു ഇതിലേക്ക് മനുഷ്യരങ്ങ് അധപ്പതിച്ചു പോയായിരുന്നു ഈ മിഡീവിയൽ കാലഘട്ടത്തിൽ. എന്നാൽ 14th സെഞ്ച്വറിയിൽ പഴയ BC-യിലുണ്ടായിരുന്ന BC 12th to 4th ഒക്കെയാണ് ഈ ഗ്രീക്ക് റോമൻ കൾച്ചർ എന്നൊക്കെ പറയുന്നത്. BC, ബിഫോർ ക്രൈസ്റ്റ് കേട്ടോ. നമ്മളിപ്പം പറയുന്ന ഈ 14th സെഞ്ച്വറിയൊക്കെ AD ആണ്, ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ക്രൈസ്റ്റ്. അപ്പോൾ BC കാലഘട്ടത്തിൽ, ക്രിസ്തുവിന് മുമ്പുള്ള ആ പഴയ കാലഘട്ടത്തിൽ 12th to 4th BC സെഞ്ച്വറികളിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രീക്ക് റോമൻ കൾച്ചർ അത് വളരെ നല്ല ഇതുപോലെ തന്നെ മനുഷ്യന് കൂടുതൽ പ്രാധാന്യമുള്ള, മനുഷ്യർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, അവർക്ക് സ്വാതന്ത്ര്യമുള്ള, ഫ്രീഡമുള്ള ഒരു കൾച്ചറായിരുന്നു ഗ്രീക്ക് റോമൻ കൾച്ചർ. അതിലേക്ക് റിവൈവൽ ഉണ്ടായി, അതിലേക്ക് ആളുകളെ എത്തി. അതാണ് റെനേസൻസ്. റെനേസൻസ് മീൻസ് റീബർത്ത്. It is the revival of ancient Greek Roman culture which began around 14th century. ഇപ്പോൾ റെനേസൻസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ കീവേഡ്. ഒന്നാമത്തെ കീവേഡ് ഹ്യൂമനിസമാണ്, രണ്ടാമത്തെ കീവേഡ് റെനേസൻസ് ആണ്. അപ്പോൾ ഈ കീവേഡുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്താണ് ഹ്യൂമനിസം, എന്താണ് റെനേസൻസ്, റെനേസൻസ് കൊണ്ട് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടായി? അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ കാണുന്നത് യൂറോപ്പിൻ്റെ മാപ്പാണ് കേട്ടോ, യൂറോപ്പിൻ്റെ മാപ്പ്. ഇവിടെ ഫസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയേ, ആ ടോപ്പിലേക്ക് നോക്കിയേ, അവിടെ നിങ്ങൾക്ക് എല്ലാ കോണ്ടിനെൻസും കാണാം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, എല്ലാം അറിയാമല്ലോ. യൂറോപ്പ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നോക്കിയേ, അവിടെ ഇറ്റലിന്ന് കാണിച്ചിട്ടുണ്ട്. ആ ഇറ്റലിന്ന് കാണിച്ച ഇറ്റലിയുടെ സമീപത്ത് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളോട് ചേർന്നതാണ് യൂറോപ്പ്. അത് ഏഷ്യയോട് ചേർന്ന് കിടക്കുന്നു. യൂറോപ്പും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന കടലില്ല, ഓഷൻ അവിടെ ഇല്ല. യൂറാൽ എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കും തിരിച്ചും നമുക്ക് റോഡ് മാർഗം നമുക്ക് പോകാനായിട്ട് സാധിക്കും, കാരണം അവിടെ സമുദ്രമില്ല. അപ്പോൾ ഏഷ്യയോട് ചേർന്ന് കിടക്കുന്ന യൂറോപ്പ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ വേൾഡ് മാപ്പ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എവിടെയാണ് യൂറോപ്പിൻ്റെ പൊസിഷൻ. ഇനി യൂറോപ്പിലെ പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്ന മറ്റൊരു മാപ്പാണ് നമുക്ക് അതിൻ്റെ ബിലോ തന്നിരിക്കുന്നത്. വെനീസ്, മിലാൻ, പാർമ. ഇതിൽ യൂറോപ്പ് മുഴുവനില്ല. ഇറ്റലി എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു രാജ്യം മാത്രമാണ് നമുക്ക് താഴെ സൂം ചെയ്ത് തന്നിരിക്കുക. ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന യൂറോപ്പിലെ മറ്റ് ഫ്രാൻസ്, ഇംഗ്ലണ്ട് അങ്ങനെ വരുന്ന മറ്റ് രാജ്യങ്ങൾ നമ്മുടെ വേൾഡ് മാപ്പിലും ഇത് സൂം ചെയ്ത് ഇറ്റലി മാത്രം നമുക്ക് തന്നിരിക്കുന്നതാണ് നമുക്ക് താഴെ കാണുന്ന മാപ്പ്. എന്തിനായിരിക്കും ഇറ്റലി മാത്രം നമുക്കിങ്ങനെ സൂം ചെയ്ത് തന്നിരിക്കുന്നത്? അന്നത്തെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ റെനേസൻസ് ഉണ്ടായ, ഹ്യൂമനിസം സംഭവിച്ച ഒരു രാജ്യം ഇറ്റലിയായിരുന്നു. അപ്പോൾ ഇറ്റാലിയൻ സിറ്റീസിനെ പറ്റി, ഇറ്റലിയുടെ റെനേസൻസിനെ പറ്റി, ഇറ്റലിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി, അവിടെ ഉണ്ടായ
റെനേസൻസിനെ പറ്റി നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇറ്റലിയെ നമുക്കിങ്ങനെ സൂം ചെയ്ത് തന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇറ്റാലിയൻ സിറ്റീസാണ് നിങ്ങളിവിടെ കാണുക. വെനീസ്, മിലാൻ, ഫാർമ, ബലോന, പിസ, ലോറൻസ്, ദെൻ റോം, നേപ്പിൾസ്, ഇങ്ങനെയുള്ള ഇറ്റാലിയൻ സിറ്റീസ്. നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് കാണാം. ഇറ്റാലിയൻ സിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ടീച്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവിയൽ ഇറ്റലി. മിലാൻ, ജനോവ, പിസ, ഫാർമ, ഫ്ലോറൻസ്, വെനീസ്, ബലോണ, നേപ്പിൾസ് ആൻഡ് റോം. ഇപ്പോൾ ഇറ്റാലിയൻ സിറ്റീസ് വളരെ ഫേമസ് ആയിരുന്നു 14th സെഞ്ച്വറി, 15th സെഞ്ച്വറി, 16th സെഞ്ച്വറിയിലെ. ഇറ്റാലിയൻ സിറ്റികളോട് കിടപിടിക്കുന്ന സിറ്റികളൊന്നും ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഉണ്ടായിരുന്നില്ല. ഇറ്റലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇറ്റലി ആയിരുന്നു അന്നത്തെ ഏറ്റവും വെൽത്തി, എല്ലാ തരത്തിലും ടോപ്പ് എന്ന് പറയാവുന്ന സിറ്റികളായിരുന്നു ഇറ്റാലിയൻ സിറ്റീസ്. അതിന് ചില റീസൺസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഉടനെ പഠിക്കാൻ പോവാം. അപ്പോൾ ഇറ്റാലിയൻ സിറ്റികളുടെ പേര് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിലെ ഏറ്റവും ട്രേഡിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു മിലാൻ, ഫ്ലോറൻസ്, വെനീസ്, ഓക്കെ, റോം. ഇതെല്ലാം ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, cities in Italy were different from the rest in Europe. Give reasons. What were the characteristic features of Italian cities? Italian cities were different from the rest in the world, in the Europe. യൂറോപ്പിലെ മറ്റ് സിറ്റികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇറ്റാലിയൻ സിറ്റീസ്. എന്തായിരുന്നു അതിൻ്റെ റീസൺസ്? ദേ വെർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. ഇറ്റാലിയൻ സിറ്റീസ് ദേ വെർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. ട്രേഡിൽ നിന്നുമൊക്കെ വളരെ സമ്പത്തുള്ളവരായിരുന്നു ഇറ്റാലിയൻ സിറ്റിയിലുള്ളവരെ. അപ്പോൾ സമ്പത്ത് ഉള്ള സ്ഥലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരും, അവിടെ കൂടുതൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും, അവിടെ സയൻസും ആർട്ടും എല്ലാം എത്തും, അല്ലേ, പണം. അപ്പോൾ ദേ വെർ മോർ ഇൻഡിപെൻഡൻറ്റ്, ദേ വെർ വെൽത്തി ആൻഡ് ഡൈനാമിക്. എന്താണ് ഈ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ? മാറ്റങ്ങൾ വരുന്നവരായിരുന്നു. അവരൊരിക്കലും പഴയതിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. സമ്പത്തുള്ളത് കൊണ്ട് അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഡൈനാമിക്. ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഇവിടെ കൂടുതൽ ട്രേഡിലൂടെ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ട്രേഡേഴ്സ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ്ങിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയും ആ പഴയ നൂറ്റാണ്ടിൽ തന്നെ നല്ല അറിവുള്ളവരായിരുന്നു ഇറ്റാലിയൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ്. നമുക്കറിയാം, പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബാങ്കിനെ പറ്റി, ഇൻഷുറൻസിനെ പറ്റി നല്ല അറിവ് വേണം. ഇറ്റാലിയൻ സിറ്റികളുടെ ട്രേഡേഴ്സ് അങ്ങനെയുള്ളവരായിരുന്നു. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. ട്രേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് ബുക്ക് കീപ്പിംഗ്. നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് മോർ റീഡിങ്ങിനായിട്ട് ബുക്ക് കീപ്പിങ്ങിനെ പറ്റി ഒരു ചെറിയ മോർ റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ബുക്ക് കീപ്പിങ്ങിൽ നല്ല അറിവുള്ളവരായിരുന്നു ഇറ്റാലിയൻ ട്രേഡേഴ്സ്. മെനി ഓഫ് ദം ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി ത്രൂ ട്രേഡ്. അവരെല്ലാവരും ട്രേഡിലൂടെ വളരെ വെൽത്തിയായി മാറി. അപ്പോൾ ഇറ്റാലിയൻ സിറ്റീസ് മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകാനുള്ള കാരണം അവിടുത്തെ ട്രേഡേഴ്സ്, their wealth, they were more independent, dynamic, they know bookkeeping, they know about banking and insurance, they were extremely wealthy. അപ്പോൾ പണം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ അന്ന് യൂറോപ്പിൽ ഏറ്റവും പണമുള്ള ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലം ഇറ്റലി ആയിരുന്നു, ഇറ്റാലിയൻ സിറ്റീസ് ആയിരുന്നു. സോ ഇറ്റാലിയൻ സിറ്റീസ് മറ്റ് യൂറോപ്പിലെ സിറ്റികളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. Okay. Then, what were the reasons led to the emergence of domination of the new wealthy class in Italy? ആ ഇറ്റലിയിലെ ഒരു വെൽത്തി ക്ലാസ്, ഒരു വെൽത്തി ഗ്രൂപ്പ്, വെൽത്തി ട്രേഡേഴ്സ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? വാട്ട് വെയർ ദ റീസൺസ്? ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവിയൽ ഫ്യൂഡൽ സിസ്റ്റം. മിഡീവിയൽ ഫ്യൂഡൽ സിസ്റ്റം ഡിസിൻറ്റഗ്രേറ്റ് ആയിപ്പോയി. അതിൻ്റെ റീസൺസ് ഒക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പല റീസൺസ് പറയുന്നുണ്ട് ഫ്യൂഡൽ സിസ്റ്റം ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകാനായിട്ട്. അത് ഫ്ലഡ് വരെ അതിനകത്ത് റീസണായിട്ട് പറയുന്നുണ്ട്. ഫ്ലഡ്, ഒരു പക്ഷേ ഫ്ലഡ് ഉണ്ടായി ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോയതാകാം ഫ്യൂഡൽ സിസ്റ്റം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എപ്പിഡമിക്സ് ഒക്കെ വന്നതാകാം.
ഓക്കെ. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ആർക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്തത്? ഇറ്റാലിയൻ സിറ്റീസിനാണ്. അവിടെയുള്ള ഫ്യൂഡൽ കാലഘട്ടത്തിൽ അടിമകളായി ജീവിച്ചിരുന്ന ആളുകളെ അവർ അത്യാവശ്യം ബുദ്ധിയുള്ളവരായിരുന്നതുകൊണ്ട് അവർ ട്രേഡ് നടത്തി അത്യാവശ്യം പണം സമ്പാദിച്ച് മിഡിൽ ക്ലാസ് ആയിട്ട് മാറി. അങ്ങനെ ഇറ്റാലിയൻ സിറ്റീസിൽ ധാരാളം ട്രേഡേഴ്സ് ഉണ്ടായി. അപ്പോൾ അവർക്ക് ട്രേഡേഴ്സ് ആകാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഫ്യൂഡൽ ലോഡ്സ് നശിച്ചു പോയതുകൊണ്ടാണ്. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവിയൽ ഫ്യൂഡൽ സിസ്റ്റം, ഡിക്ലൈൻ ഓഫ് ദ റിലീജിയസ് സൂപ്രമസി, ക്ലർജി, പ്രീസ്റ്റ്, അവിടെയും വലിയ അധികാരമൊക്കെ ഈ ഫ്യൂഡൽ സിസ്റ്റം നശിച്ചതോടുകൂടി അവരും ലോ ആയിപ്പോയി. ആ ഡിക്ലൈനും ഈ മിഡിൽ ക്ലാസ്സിനെ സഹായിച്ചു, ഈ ട്രേഡേഴ്സിനെ സഹായിച്ചു. സോ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്രമസി ഓർ ക്ലർജി വേർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ദ എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ് ഇൻ ഇറ്റലി. അപ്പോൾ ഈ ഫ്യൂഡൽ സിസ്റ്റവും ക്ലർജിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ട്രേഡേഴ്സ് അവരെന്നും അവിടെ അടിമയായിട്ട് കഴിഞ്ഞേനെ. അവർക്കാർക്കും ട്രേഡ് ചെയ്യാനോ വെൽത്ത് ഉണ്ടാക്കാനോ ഒരിക്കലും സാധിക്കത്തില്ലായിരുന്നു. അവർ നശിച്ചതാണ് ഇവരിങ്ങനെ ഉയർന്നു വരാനുള്ള കാരണം. ഓക്കെ. ദെൻ ടാബുലേറ്റ് ദ ഇറ്റാലിയൻ ഫാമിലീസ് ആൻഡ് സിറ്റീസ്. ഇറ്റാലിയൻ ഫാമിലീസ്, ഇറ്റലിയിലെ സിറ്റികൾ നമ്മൾ പഠിച്ചു. ആ ഓരോ സിറ്റിയിലും വളരെ വെൽത്തി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഫാമിലികൾ ഉണ്ടായിരുന്നു. ആ ഫാമിലികളുടെ പേരും കൂടി നമുക്കൊന്ന് പഠിക്കണം. അപ്പം ചിലപ്പോൾ മാച്ച് ചെയ്യാനൊക്കെ നമുക്ക് ചോദ്യം വരും. അപ്പോൾ ഈ പേരുകൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഫ്ലോറൻസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു മെഡീസി, ഫ്ലോറൻസ്. മിലാൻ എന്ന സിറ്റിയുടെ ഏറ്റവും ഫേമസ്, ഏറ്റവും വെൽത്തിയസ്റ്റ് ഫാമിലി എന്ന് പറയാവുന്ന ട്രേഡേഴ്സ് ആയിരുന്നു സഫോറ. യെസ്സിന് അവിടെ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ അവിടെ ഉച്ചാരണം കൊടുക്കണ്ട, ഫോർസ എന്ന് പറഞ്ഞാൽ മതി, ഫോർസ. ദെൻ ഫാർമ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഫെർണീസി. ദെൻ നേപ്പിൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേമസ് ഫാമിലി ആയിരുന്നു ഓർസീനി. ഫെർണീസി, ഓർസീനി പേരുകളൊക്കെ ഓർത്ത് വെക്കണേ. ഫെർണീസി ഫാർമയിലാണ്, ഓർസീനി നേപ്പിൾസിലാണ്. വിസ്കോന്തി എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു ഏറ്റവും വെൽത്തിയസ്റ്റ് ഫാമിലി ഇൻ മിലാൻ. വിസ്കോന്തി, ഓർസീനി, ഫെർണീസി, ഫോർസ, മെഡീസി. വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഓരോ ഫാമിലിയും ഈ അതാത് സിറ്റികളിലെ ഏറ്റവും ഫേമസ് വെൽത്തിയസ്റ്റ് ഫാമിലീസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സിറ്റിയും അവിടുത്തെ ആ വെൽത്തിയസ്റ്റ് ഫാമിലിയും തമ്മിൽ മാച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അപ്പോൾ ഇറ്റാലിയൻ സിറ്റീസ് ആയിരുന്നു യൂറോപ്പിലെ ഏറ്റവും ഫേമസ്, ഏറ്റവും വെൽത്തിയസ്റ്റ്, ഏറ്റവും ഡൈനാമിക് സിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നേ. ഇറ്റാലിയൻ സിറ്റീസ് വെയർ വെൽത്തിയർ ദാൻ അതർ യൂറോപ്യൻ സിറ്റീസ്. സബ്സ്റ്റാൻഷിയേറ്റ്. ഇറ്റാലിയൻ സിറ്റീസ് മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും ഏറ്റവും വെൽത്തിയർ ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? The crusades that took place during the medieval period facilitated cultural exchange between the East and the West. ക്രൂസൈഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നൂറ്റാണ്ടുകൾ നടന്ന ഒരു യുദ്ധം. മുസ്ലിംസും ക്രിസ്ത്യൻസും തമ്മിൽ, യൂറോപ്പിലെ ക്രിസ്ത്യൻ നോബിൾസും മുസ്ലിംസും വിശുദ്ധ നാടുകൾ വീണ്ടെടുക്കും. മുസ്ലിങ്ങളെ വിശുദ്ധ നാടുകളെ, അതായത് ഇസ്രായേൽ, പലസ്തീൻ പോലെയുള്ള വിശുദ്ധ നാടുകൾ മുസ്ലിങ്ങളുടെ അധീനതയിലാവുകയും ആ വിശുദ്ധ നാടുകളെ ജെറുസലേം ഒക്കെ പോലെയുള്ള വിശുദ്ധ നാടുകൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ സ്ഥലങ്ങളെ ഈ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്നും, ഇസ്ലാമിക് ആളുകളുടെ കൈകളിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടി യൂറോപ്പിലെ പ്രഭുക്കന്മാർ നടത്തിയ, അവിടുത്തെ രാജാക്കന്മാർ നടത്തിയ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധമാണ് ക്രൂസൈഡ്സ്. ഈ ക്രൂസൈഡുകളെ മൂലം എന്ത് സംഭവിച്ചു? ഈസ്റ്റും വെസ്റ്റും തമ്മിൽ കണ്ടുമുട്ടുകയും കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്തു. ജെറുസലേം, പലസ്തീൻ പോലുള്ള സ്ഥലങ്ങൾ ഈസ്റ്റാണ്, യൂറോപ്യന്മാർ വരുന്നത് വെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ യുദ്ധത്തിനാണെങ്കിൽ പോലും അവർ ഈ ക്രൂസൈഡ്സിലൂടെ ഇവരുമായിട്ട് കണ്ടുമുട്ടുകയും പല കാര്യങ്ങളും കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്തു ഈസ്റ്റും വെസ്റ്റും തമ്മിൽ. ഇതാരെ സഹായിച്ചു? ഇറ്റാലിയൻ സിറ്റികളെ സഹായിച്ചു.
As the result of trade links with Islamic Empire and Byzantine Empire, enormous wealth flowed into Italian cities. ഇപ്പോൾ ഇറ്റാലിയൻ സിറ്റികൾ വെൽത്തി ആകാനുള്ള കാരണം ഈ ട്രേഡ് ലിങ്ക് വിത്ത് ഇസ്ലാമിക് എംപയർ. ഏതാണ് ആ ഇസ്ലാമിക് എംപയർ? നമുക്കറിയാം, ഈ ജെറൂസലേം തുർക്കികളൊക്കെ അല്ലേ, ടർക്കിഷ് പീപ്പിളൊക്കെയാണ്. അവരുമായിട്ടുള്ള ട്രേഡ്, അതുപോലെ തന്നെ ഈസ്റ്റ് റോമൻ എംപയറായ ബൈസാൻഡിയൻ എംപയറുമായിട്ടുള്ള ഈ ട്രേഡുകളൊക്കെ ഇറ്റാലിയൻ സിറ്റിയിലേക്ക് എനോർമസ് വെൽത്ത് ഫ്ലോഡ് ഇൻ ടു ഇറ്റാലിയൻ സിറ്റീസ്. എനോർമസ് എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ധനം ഇറ്റാലിയൻ സിറ്റികളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ട്രേഡ് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. ഓക്കെ, ദെൻ മെർച്ചൻസ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻ മൊണോപ്പൊളി ഇൻ ദ ട്രേഡ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇൻ ദ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇറ്റാലിയൻ സിറ്റികൾക്ക് മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തിനു സാധിച്ചു? ഈ ഈസ്റ്റുമായിട്ടുള്ള ഈ പറയുന്ന ഇസ്ലാമിക് എംപയറുകളുമായിട്ടും ഈസ്റ്റിലെ ഇന്ത്യ പോലെയുള്ള ഈസ്റ്റേൺ ചൈന പോലെയൊക്കെയുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഒക്കെയുള്ള ട്രേഡിൽ ഇവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റി. അതാണ് മൊണോപ്പൊളി. മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാണ് ഈസ്റ്റുമായിട്ട് ട്രേഡ് നടത്താനായിട്ട് സാധിച്ചത്? വാസ്കോഡി ഗാമ ഒരു സീ റൂട്ട് കണ്ടുപിടിച്ച് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വന്നിറങ്ങി, കപ്പാട് വന്നിറങ്ങിയതിന് ശേഷമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈസ്റ്റുമായിട്ട് ട്രേഡ് കണക്ഷൻ ഉണ്ടായത്. അതിനു മുമ്പ് അവർക്ക് അതിനുള്ള സാധ്യതയില്ലായിരുന്നു. എന്നാൽ ഇറ്റാലിയൻ സിറ്റികൾക്ക് ഈ 14th സെഞ്ച്വറിയിലെ ഈ ഈസ്റ്റുമായിട്ട് ട്രേഡ് നടത്താനായിട്ടുള്ള മൊണോപ്പൊളി ലഭിച്ചു. മോണോപ്പൊളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവർക്കില്ലാതെ അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സവിശേഷതയാണ് മൊണോപ്പൊളി. സോ ഇറ്റാലിയൻ സിറ്റീസ് ദേ ഗെയിൻ മൊണോപ്പൊളി ഇൻ ദ ട്രേഡ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ പണം മുഴുവൻ എവിടെ കുന്നുകൂടി? ഇറ്റാലിയൻ സിറ്റികളിൽ കുന്നുകൂടി. കാരണം അവരായിരുന്നു മെഡിറ്ററേനിയനിലൂടെ വരുന്ന ഈസ്റ്റേൺ ട്രേഡേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് ക്ലോസ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ ട്രേഡ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്നായിരുന്നു ഈ ഈസ്റ്റേൺ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുക. അവർക്ക് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ പോർച്ചുഗലൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ പിന്നീട് കടലിലൂടെ ഒരു റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ഒരു 16th സെഞ്ച്വറിയിൽ അവരത് കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ ഇറ്റാലിയൻ സിറ്റികൾക്കായിരുന്നു ട്രേഡിൽ മൊണോപ്പൊളി. അതുകൊണ്ടാണ് അവർ ഇത്ര വെൽത്തിയറായി മാറിയത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ബ്ലാക്ക് ഡെത്ത്? എന്താണ് ബ്ലാക്ക് ഡെത്ത്? ചരിത്രത്തിലുണ്ടായ 14th സെഞ്ച്വറിയിൽ നടന്ന അന്നത്തെ ആ ഒരു ഹിസ്റ്ററിയെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ എപ്പിഡമിക്കായിരുന്നു ഈ ബ്ലാക്ക് ഡെത്ത്. ദ ബോർബോണിക് പ്ലേഗ് വിച്ച് ഇറപ്റ്റഡ് ഇൻ ദ മിഡ് 14th സെഞ്ച്വറി സിവിയർലി അഫക്റ്റഡ് ദ ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ സിറ്റികളുടെ ഈ ഒരു പ്രോഗ്രസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്ലേഗ്. പ്ലേഗ് മൂലം ധാരാളം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിയൻസ് ഒരു പേരിട്ട് വിളിക്കുക ബ്ലാക്ക് ഡെത്ത്. ദ ബോർബോണിക് പ്ലേഗ് വിച്ച് ഇറപ്റ്റഡ് ഇൻ ദ മിഡ് 14th സെഞ്ച്വറി. എന്താണ് മിഡ് 14th സെഞ്ച്വറി? 14th സെഞ്ച്വറിയുടെ പകുതി കാലത്ത്. എന്നാ ഈ 14th സെഞ്ച്വറി തുടങ്ങുക? 1401 അല്ലേ? ആ 14th സെഞ്ച്വറിയുടെ പകുതി ഭാഗത്ത് വെച്ച് ഉണ്ടായ പ്ലേഗ് സിവിയർലി അഫക്റ്റഡ് ദ ഇറ്റാലിയൻ സിറ്റീസ്. ദിസ് കറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. ഈ ഒരു കറ്റാസ്ട്രോഫിക് ഇവൻറ്റ്, ഈ വലിയൊരു ദുരന്തം, കറ്റാസ്ട്രോഫിക് ഇവൻ്റ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലാകാം. മാൻമെയ്ഡും ആകാം, നാച്ചുറലും ആകാം. നാച്ചുറലായിട്ട് വരുന്ന കറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? ഫ്ലഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാച്ചുറലായിട്ട് വരുന്നത്. ഫ്ലഡോ വോൾക്കാനിക് ഇറപ്ഷനോ എർത്ത് നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ മാൻമെയ്ഡായിട്ടുണ്ടാകുന്ന വലിയൊരു ദുരന്തത്തെയാണ് ഇവിടെ പറയുന്ന ഈ ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ്. ദിസ് കറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. 1347 മുതൽ 1351 വരെയാണ് ഈ പറയുന്ന പ്ലേഗ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ 1400 വരെയാണ് ഏത് വരുന്നത്? 14th സെഞ്ച്വറി. ഓക്കെ, 1400 വരെ. അപ്പോൾ 14th സെഞ്ച്വറിയുടെ പകുതി ഭാഗമാണ് ഏത്? ഈ 1347. 1301 ആണ് 14th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്യുക. 1400 ആണ് 14th സെഞ്ച്വറി ലാസ്റ്റ് ചെയ്യുക. 01 ആണ് ഒരു സെഞ്ച്വറിയുടെ തുടക്കത്തിൻ്റെ
ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 01. ആ സെഞ്ചുറി ലാസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇയർ എഴുതുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതായിരിക്കണം? 00 ആയിരിക്കണം. അപ്പോൾ 13 നോട്ട് 1 മുതൽ 1400 വരെയാണ് 14th സെഞ്ചുറി. 14th സെഞ്ചുറിയുടെ മിഡിലിൽ സംഭവിച്ച ബോർബോണിക് പ്ലേഗും അതുമൂലമുണ്ടായ കറ്റാസ്ട്രോഫിക് ഇവൻറ്റുമാണ് ബ്ലാക്ക് ഡെത്ത്. ഓക്കെ, ബ്ലാക്ക് ഡെത്ത് എന്തിനാണ് ഇവിടെ പറയുന്നതെന്നോ? ഈ ബ്ലാക്ക് ഡെത്ത് 14th സെഞ്ചുറിയെ, അവിടുത്തെ ഹിസ്റ്ററിയെ വളരെ വലിയ ചേഞ്ചസിന് കാരണമായി. നമുക്കതെന്താണെന്ന് നോക്കാം. ഡിസ്കസ് ദ ഇമ്പാക്ട് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഔട്ട്ബ്രേക്ക് ഓഫ് പ്ലേഗ് ഇൻ ദ 14th സെഞ്ചുറി ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഈ ബ്ലാക്ക് ഡെത്ത് ഉണ്ടാക്കിയ അല്ലെ പ്ലേഗ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു? വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഡിക്ലൈൻ മിഡീവിയൽ ഫ്യൂഡലിസം. ഫ്യൂഡലിസം തകരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ബ്ലാക്ക് ഡെത്ത് ആണ്, പ്ലേഗാണ്. ഫ്യൂഡലിസം ഡിക്ലൈൻ ആയതാണ് റിവൈവൽ ഉണ്ടാകാനുള്ള കാരണം, അല്ലെ റെനേസൻസ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ബ്ലാക്ക് ഡെത്ത് എന്തിലേക്ക് കൊണ്ടുപോയി? ഹ്യൂമനിസത്തിലേക്ക്, റെനേസൻസിലേക്ക് കൊണ്ടുപോയി. സിവിയർ ഷോർട്ടേജ് ഓഫ് ലേബർ. ഒരുപാട് ആളുകൾ ബ്ലാക്ക് ഡെത്തിൽ മരിച്ചു പോയതുകൊണ്ട് ഷോർട്ടേജ് ഓഫ് ലേബർ, തൊഴിലാളി ക്ഷാമം ഉണ്ടായി. ഇറ്റ് വാസ് ഹെവിലി റിലയൻറ്റ് ഓൺ ദ അഗ്രികൾച്ചറൽ സെക്ടർ. അത് അഗ്രികൾച്ചറൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ഹെവിലി അഫക്റ്റ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. വാട്ട്? ദിസ് ഷോർട്ടേജ് ഓഫ് ലേബർ. അപ്പോൾ പ്രൊഡക്ഷൻ കുറയും, ഷോർട്ടേജ് ഓഫ് ഫുഡ് ഉണ്ടാവും, ഫാമിൻ ഉണ്ടാവും, എമർജൻസി ഓഫ് മിഡിൽ ക്ലാസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫ്യൂഡൽ ലോഡ്സ് നശിച്ചു, മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. മിഡിൽ ക്ലാസ് ആരാണ്? ടീച്ചേഴ്സ്, ദിസ് ട്രേഡേഴ്സ്, ദിസ് ഫാർമേഴ്സ്, ഇവരൊക്കെയാണ് മിഡിൽ ക്ലാസ്. അവർ എമർജൻസ്, ദേ എമർജ്. പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ ദ മെഡീവിയൽ സയൻസ്, ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോം. ബ്ലാക്ക് ഡെത്ത് വന്നപ്പോൾ മരുന്നില്ലാതെ പോയി, മെഡിസിൻ ഇല്ലാതെ പോയി. അപ്പോൾ ആളുകൾ എക്സ്പ്ലോർ ചെയ്തു പഴയ കാലത്തെ ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെഡിസിനെ പറ്റി അവരെ എൻക്വയറി ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. കാരണം എന്താണ്? മെഡിസിൻ ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ സൂപ്പർ നാച്ചുറലായിട്ടുള്ള പവേഴ്സിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടോ കാര്യമില്ല. മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോവും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പ്ലേഗ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. സോ ദേ ബിഗാൻ ടു എക്സ്പ്ലോർ ദ മെഡീവിയൽ സയൻസ്, എസ്പെഷ്യലി മെഡിക്കൽ സയൻസ് ആൻഡ് ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോം science. Human beings contemplate the feelings nature of life, seek wellness and focus on their own well-being. വെറുതെ പ്രാർത്ഥിച്ചും ദൈവത്തെ ഓർത്തു ഇരിക്കാതെ, ആ നേച്ചറിനെ ആശ്രയിക്കാതെ, സൂപ്പർ നാച്ചുറൽ പവേഴ്സിൽ ആശ്രയിക്കാതെ, ദേ സീക്ക് വെൽനെസ്. അവർ സ്വയം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി, എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽബീയിങ്. അവരുടെ സ്വന്തം വെൽബീയിങ്ങിൽ അവർ ഫോക്കസ് ചെയ്തു. നമുക്കറിയാം, മെഡീവിയൽ കാലഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ചാക്കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയെന്നൊക്കെയായിരുന്നു റിലീജിയസ് ലീഡേഴ്സ് അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ കൂടുതലും മെഡിസിനോ അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ വെൽബീയിങ്സിനൊന്നും പ്രാധാന്യമില്ലായിരുന്നു. എന്നാൽ ഈ ബ്ലാക്ക് ഡെത്തോടു കൂടി അതിലേക്ക് അവർ വന്നു. ദേ കണ്ടംപ്ലേറ്റ് ദ ഫ്ലീറ്റിംഗ് nature of life and they seek wellness and focus on their well-being. They give more importance to their health. അതാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ഹെൽത്തിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. എമർജൻസി ഓഫ് ഹ്യൂമനിസം, മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, മാനവികതയിലേക്ക് വന്നു. റിലീജിയസ് ലൈഫ് അവർ ഒരു പരിധി വരെ ഉപേക്ഷിച്ചെന്ന് വേണേൽ പറയാം. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ഡെത്ത് കൊണ്ടുവന്ന ആ ഒരു ചേഞ്ചസ്, ഇമ്പാക്റ്റ്. ചേഞ്ചസ്, ഇമ്പാക്റ്റ് എല്ലാം ഒരേ വാക്കുകളാണ് കേട്ടോ. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ